mean value theorem. This statement is, let f be continuous on closed interval ab and differentiable on open interval ab, then there exists at least one number c in open interval ab such that f dash of c equal to f of b minus f of a divided by b minus a. നമ്മൾ മുമ്പ് റോൾസ് തിയറം ഡിസ്കസ് ചെയ്തിരുന്നു. റോൾസ് തിയറത്തിൽ ഇതേ കണ്ടീഷൻസ് തന്നെയാണ്, പക്ഷേ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആവുന്ന ഒരു സി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതായത് ഈ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് റോൾസ് തിയറം എന്ന് പറയാം. അതായത് എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആയാൽ നമുക്ക് മീൻ വാല്യൂ തിയറത്തിൽ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നുള്ള ഒരു കണ്ടീഷൻ കൂടിയുണ്ട് റോൾസ് തിയറത്തിൽ. അത് കൊടുത്തു കഴിഞ്ഞാൽ മീൻ വാല്യൂ തിയറം ബിക്കംസ് റോൾസ് തിയറം ആയിട്ട് മാറും. സോ വി പ്രൂവ് by the help of some geometry. That is, here we have a continuous function f on closed interval ab and f is differentiable on open interval ab. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. സോ വി കൺസിഡർ ഫസ്റ്റ് ദി കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ആ കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ വി ഡ്രോ ദി എക്സ് ആൻഡ് y ആക്സസ് and the y-axis, x-axis and y-axis. So this is x-axis, y-axis and 0. And we have a point A. Consider the closed interval AB, A and B, and we consider a curve, that is y equal to f of x എന്നുള്ള ഒരു കർവ് സപ്പോസ് ചെയ്തു. ദെൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു പോയിൻ്റ് ഉണ്ടാവും. അതായത് നമ്മൾ എ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിൻ്റ്, അതിനെ പി എന്ന് വിളിച്ചു. അതുപോലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിൻ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് ബി എഫ് ഓഫ് ബി ആയിരിക്കും. അതിനെ ക്യാപിറ്റൽ ക്യൂ എന്ന് വിളിച്ചു. ഇനി ഈ പിയും ക്യൂവും ജോയിൻ ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, പി ക്യൂ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ, പി ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എ എഫ് ഓഫ് എയും ബി എഫ് ഓഫ് ബിയും ആണ് എൻ പോയിൻറ്റ്സ്. അപ്പോൾ x1 y1ഉം x2 y2ഉം എൻ പോയിൻറ്റ്സ് ആയി വരുന്ന സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y മൈനസ് എഫ് ഓഫ് ബി ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. ഇവിടെ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടുത്തെ ഫംഗ്ഷൻ വൈ. അപ്പോൾ ആദ്യം നമ്മളൊരു എഫ് ഓഫ് എക്സ് എന്നതിന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് നമ്മളൊരു ജി ഓഫ് എക്സ് എന്ന് കൊടുക്കും. ആ സ്ട്രെയിറ്റ് ലൈന് പി ക്യു എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ജി ഓഫ് എക്സ്, അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ വൈക്ക് ജി ഓഫ് എക്സ് എന്ന് കൊടുത്താൽ ജി ഓഫ് എക്സ് മൈനസ് ഇവിടെ എഫ് ഓഫ് ബി അല്ലേ വരെ, വൈ മൈനസ് വൈ വൺ ഈസ് എഫ് ഓഫ് എ, വൈ മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് വരും. അപ്പോൾ നമ്മൾ വൈക്ക് ജി ഓഫ് എക്സ് എന്ന് കൊടുത്താൽ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി ഓഫ് എക്സ് ആണ് വേണ്ടത്. ജി ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് കിട്ടും. ഇനി നമ്മളൊരു പുതിയ ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മളടുത്ത് എഫും ജിയും ഉണ്ട്. ദെൻ വി ഡിഫൈൻ എ ന്യൂ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, ഇതിൻ്റെ ഡിഫറൻസ്. ദെർഫോർ വി ഗെറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ്, ഇപ്പോൾ കിട്ടിയ ജി ഓഫ് എക്സ് ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് കിട്ടും. ഇനി എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്, ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എച്ച് ഓഫ് എക്സും ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. എഫും ജിയും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് എച്ചും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ എച്ച്
കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, അതുപോലെ എച്ച് ഡിഫറൻഷ്യബിൾ ആണ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇനി നമ്മൾ കാണുന്നത് എച്ച് ഓഫ് എയും എച്ച് ഓഫ് ബിയും ആണ്. എച്ച് ഓഫ് എ കണ്ടു നോക്കാം. എച്ച് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ എന്ന് വരും. അപ്പോൾ ഇത് 0 ആയി പോകും. ഇവിടെ എഫ് ഓഫ് ബി മൈനസ് ഇവിടെ ഒന്ന് എഴുതാം. എച്ച് ഓഫ് എ ഈക്വൽ ടു എച്ചിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എ മൈനസ് എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ടേമും 0 ആയി പോകും. എച്ച് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ എച്ച് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ബി മൈനസ് എ എന്ന് കിട്ടും. അപ്പോൾ ബി മൈനസ് എ ക്യാൻസൽ ചെയ്തു പോകും. ദെൻ ദിസ് ബിക്കം 0 എന്ന് കിട്ടും. ദെൻ എച്ച് കണ്ടിന്യൂസ് ആണ്, എച്ച് ഡിഫറൻഷ്യബിൾ ആണ്, എച്ച് ഓഫ് എ ഈക്വൽ ടു എച്ച് ഓഫ് ബി ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ റോൾസ് തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി such that എച്ച് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ എച്ച് ഡാഷ് ഓഫ് എക്സ് കാണണം. എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇസ് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. ദെൻ എച്ച് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ഒന്ന് സി കാണണം. ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി റിസൾട്ട് ഇൻ ദി മീൻ വാല്യൂ തിയറം. ഹൻസ് ദി മീൻ വാല്യൂ തിയറം ഈസ് പ്രൂവ്ഡ്. അപ്പോൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ജോമെട്രി ആണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. Now we have certain examples to verify the mean value theorem. Let f of x equal to x cube. Show that f satisfies the hypothesis of mean value theorem on closed interval minus 1, 1. And second part, find the number or numbers in C in open interval minus 1, 1 that satisfies the mean value theorem. അതായത് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് മീൻ വാല്യൂ തിയറത്തിൻ്റെ എല്ലാ ഹൈപ്പോത്തസിസും നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മീൻ വാല്യൂ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് രണ്ടെണ്ണമാണ്. ഒന്ന് എഫ് കണ്ടിന്യൂസ് ആവണം ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ, ഇവിടെ തന്നിട്ടുള്ള ഇൻ്റർവെൽ -1, 1 ആണ്. സെക്കൻഡ് വൺ എഫ് ഡിഫറൻഷ്യബിൾ ആവണം ഓപ്പൺ ഇൻ്റർവൽ -1, 1. അപ്പോൾ എഫ് ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ പോളിനോമിയൽ. എ പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ഓൺ റിയൽ നമ്പേഴ്സ്. റിയൽ ലൈനിൽ എവിടെയും അത് കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആണ്. സോ അത് ഓപ്പൺ ഇൻ്റർവൽ -1, 1ലും കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ നമുക്ക് കണ്ടിന്യൂറ്റി ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലും ഡിഫറൻഷ്യബിലിറ്റി ഓപ്പൺ ഇൻ്റർവെല്ലിലുമാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ മെയിൻ വാല്യൂ തിയറത്തിൻ്റെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ അങ്ങനെയാണെങ്കിൽ ആ സി കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. അപ്പോൾ ബൈ ദി ഹൈപ്പോത്തസിസ് ഓഫ് മീൻ വാല്യൂ തിയറം ദർ എക്സിസ്റ്റ് സി. അപ്പോൾ എഫ് ഓഫ് ബി കാണണം, -1, 1 ആണ്. എഫ് ഓഫ് എയും കാണണം, അതായത് എഫ് ഓഫ് -1 ക്യൂബ് ദാറ്റ് ഈസ് -1, എഫ് ഓഫ് 1 ക്യൂബ് ദാറ്റ് ഈസ് 1. ഇനി by the mean value theorem there exists at least one c in open interval AB that is -1, 1 such that f dash of c equal to f of b minus f of a divided by b minus a. So f dash of x കണ്ടാൽ 3x² എന്ന് കിട്ടും. f dash of c എന്ന് പറഞ്ഞാൽ 3c². അപ്പോൾ 3c² ഈക്വൽ ടു f of b എന്ന് പറഞ്ഞാൽ 1, f of a എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡ് ബൈ -1 b മൈനസ് എ എന്ന് പറഞ്ഞാൽ അപ്പോൾ 2/2 ദാറ്റ് ഈസ് 1. ദാറ്റ് ഈസ് 3c² ഈക്വൽ ടു 1, c² ഈക്വൽ ടു 1/3, c ഈക്വൽ ടു +or -1/√3. അപ്പോൾ ഇത് +1/√3 ഉണ്ട്,
-1/√3 ഉണ്ട്. ഇനി ഇത് രണ്ടും -1 അതോ ഏതാണുള്ളതെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ √3യുടെ വാല്യൂ അറൗണ്ട് 1.7 സംതിങ് ആണ്. അപ്പോൾ ±1/√3 എവിടെ ഉണ്ടാവും? രണ്ട് വാല്യൂ ഓപ്പൺ ഇൻ്റർവൽ -1 ഉണ്ടാവും. സോ we get two numbers C such that C belongs to open interval -1, 1. Hence the mean value theorem is verified. Next problem, the mean value theorem and the Maggler. The position of a Maggler moving along a straight elevated monorail track is given by S equal to f of t equal to 4t square, where t varies from 0 to 30. Where S is measured in feet and T is measured in seconds. Then the average velocity of the Maggler during the first 4 seconds of the run is what? അതാണ് ക്വസ്റ്റ്യൻ. ആവറേജ് വെലോസിറ്റി ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് Maggler is derived from magnetic levitation. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നതിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ട്രെയിൻ where the transportation is used two sets of magnets ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ട്രെയിൻ ആണ്, പറയുന്ന പേരാണ് മാഗ്ലർ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. അതൊരു സ്ട്രെയിറ്റ് എലിവേറ്റഡ് മോണോറെയിൽ ട്രാക്കിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എസ് എന്നുള്ള ഫംഗ്ഷൻ. എഫ് ഓഫ് ടിയിലാണ് തന്നിട്ടുള്ളത്. എസ് ഈക്വൽ ടു 4t സ്ക്വയർ ഫ്രം 0 to 30. ടി ഇൻ സെക്കൻഡ്സ് ആണ്, ടൈം സെക്കൻഡിലും എസ് ഡിസ്റ്റൻസ് ഫീറ്റിലുമാണ് മെഷർ ചെയ്യുന്നത്. നമുക്ക് കാണേണ്ടത് ആവറേജ് വെലോസിറ്റി ഓഫ് ദി മാഗ്ലർ. ആദ്യത്തെ ഫസ്റ്റ് 4 സെക്കൻഡിൽ 0 to 4 ഫസ്റ്റ് 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0 to 4 ആവറേജ് വെലോസിറ്റിയാണ് കാണേണ്ടത്. നമുക്ക് അറിയാം വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ടി. അതിൻ്റെ ഫസ്റ്റ് 4 സെക്കൻഡിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടാൽ മതിയാവും. അത് ഏത് പോയിന്റിലാണ് ഒക്കർ ചെയ്യുക എന്നും കൂടെ കണ്ടാൽ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി തന്നിട്ടുണ്ട് 4t സ്ക്വയർ. എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 8t എന്ന് വരും. അപ്പോൾ നമ്മളിത് മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു ആ ഇൻ്റർവെല്ലിൽ അങ്ങനെ ഒരു പോയിന്റിൽ വെലോസിറ്റി ഒക്കർ ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. അതിന് മീൻ വാല്യൂ തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷനും ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കറിയാം 4t സ്ക്വയർ പോളിനോമിയൽ ഇൻ ടി ആണ്, കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. നമുക്ക് 0 to 30 കണ്ടിന്യൂസ് ആണ്, 0 to ഓപ്പൺ ഇൻ്റർവൽ 0-30 ഡിഫറൻഷ്യബിൾ ആണ്. നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ 0 to 4 മതി നമുക്ക് ക്ലോസ് ഇൻ്റർവെല്ലിൽ. ഫസ്റ്റ് 4 സെക്കൻഡിലെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ അവിടെയും അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് ബൈ മീൻ വാല്യൂ തിയറം ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1c ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0-4 സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് c ഈക്വൽ ടു എഫ് ഓഫ് b മൈനസ് എഫ് ഓഫ് a divided by b minus a. That is f of 4 minus f of 0 divided by 4 minus 0. f dash of c എന്ന് പറഞ്ഞാൽ 8c എന്ന് കിട്ടും അല്ലേ. 8c ഈക്വൽ ടു എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 4 ഈക്വൽ ടു 4 into 4 സ്ക്വയർ ദാറ്റ് ഈസ് 4 into 16 64. എഫ് ഓഫ് 0 4 into 0 സ്ക്വയർ ദാറ്റ് ഈസ് 0. Then 8c equal to 64 minus 0 divided by 4 minus 0. 64 by 4 is 16. Then c equal to 16 divided by 8 that is 2. 2 belongs to 0-4. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് 0-4. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഒക്കർ ചെയ്യുന്നത് ടി എന്ന് പറയുന്നത് 2 ആകുമ്പോൾ സെക്കൻഡ്സിലാണ്. 2 സെക്കൻഡ് ആകുമ്പോൾ, അതായത് രണ്ടാമത്തെ സെക്കൻഡിലാണ് ഈ മാഗ്ലർ ട്രെയിൻ അതിൻ്റെ ആവറേജ് വെലോസിറ്റി ഒക്കർ ചെയ്യുന്നത്, അറ്റൈൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദി പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് വി കൺസിഡർ another problem. Verify mean value theorem for the function f of x equal to root x on
ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 4. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഒരു പോളിനോമിയൽ അല്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്കറിയാം, സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ പോസിറ്റീവ് റിയൽ ആക്സിസ് ആണ്. പോസിറ്റീവ് നമ്പേഴ്സിൽ അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. നെഗറ്റീവ് നമ്പേഴ്സിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. സോ 0 ഇൻഫിനിറ്റിയിൽ പോസിറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ 0 ഇൻഫിനിറ്റി, ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഒരു പാർട്ടാണ് 1 മുതൽ 4 വരെ. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 4 എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇൻ്റർവൽ 1, 4 ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. സോ by mean value theorem there exists at least one c in open interval 1, 4 such that f dash of c equal to f of b minus f of a divided by b minus a എന്ന് പറയാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 1/2 റൂട്ട് സി. സോ വി ഗെറ്റ് 1/2 റൂട്ട് സി ഈക്വൽ ടു എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ 4 മൈനസ് 1. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റൂട്ട് 4 മൈനസ് റൂട്ട് 1 ഡിവൈഡ് ബൈ 3. 2 മൈനസ് 1/3 ദാറ്റ് ഈസ് 1/3 എന്ന് കിട്ടും. 1/2 റൂട്ട് സി. ഇനി ഈ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 റൂട്ട് സി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുക, ദാറ്റ് ഈസ് 3. ദെൻ റൂട്ട് സി ഈക്വൽ ടു 3/2. ദെൻ സി ഈക്വൽ ടു സ്ക്വയർ ചെയ്യുക 9/4 that is around that's equal to 2.25. 2.25 നമ്മുടെ ഇൻ്റർവൽ 1, 4 ഉണ്ട്. 1നും 4നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് 2.25. therefore മീൻ വാല്യൂ തിയറത്തിൻ്റെ രണ്ട് ഹൈപ്പോത്തസിസും സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു സി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ദാറ്റ് ഈസ് ദി മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ് എന്ന് കിട്ടും. Now we consider certain theorems and corollaries related to mean value theorem. First one, if f dash of x equal to 0 for all x in an interval, open interval ab, then f is constant on open interval ab. നമുക്കറിയാവുന്ന റിസൾട്ടാണ്. അതായത് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ 0 ആണെങ്കിൽ, എല്ലാ പോയിന്റിലും 0 ആണെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിന്റിലല്ല, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഒരു എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വേറൊരു രീതിയിൽ നമുക്ക് പറയാം, ഫങ്ഷൻസ് വിത്ത് 0 ഡെറിവേറ്റീവ്സ് ആർ കോൺസ്റ്റൻറ്റ്. 0 ഡെറിവേറ്റീവ് ഉള്ള, അതായത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആ ഇൻ്റർവെല്ലിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ. സോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ് എക്സ് ഡിഫറൻഷ്യബിൾ ആയതൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി നമ്മൾ ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള രണ്ട് പോയിൻറ്റ്സ് എടുക്കുക, ഒരു x1ഉം x2. ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ആണ്, സച്ച് ദാറ്റ് x1 ലെസ് ദാൻ x2. അതായത് ചെറുതിനെ x1 എന്നും വലുതിനെ x2 എന്നും വിളിച്ചു. x1 ലെസ് ദാൻ x2. ദെൻ വി കൺസിഡർ ദ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ x1, x2. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എഫിന് ഡെറിവേറ്റീവ് ഉണ്ട്. എഫിന് ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിൽ വരുന്ന ഇൻ്റർവലാണ് ക്ലോസ് ഇൻ്റർവൽ x1, x2. അപ്പോൾ അവിടെയും എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവൽ x1, x2ൽ കണ്ടിന്യൂസ് ആണ്, ആൾസോ ഡിഫറൻഷ്യബിൾ ആണ്. ഓപ്പൺ ഇൻ്റർവൽ x1, x2 മതി നമുക്ക്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എഫ് സാറ്റിസ്ഫൈസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓൺ ദി ഇൻ്റർവൽ x1, x2. ഇനി ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മീൻ വാല്യൂ തിയറത്തിൻ്റെ രണ്ട് കണ്ടീഷനും ഈ ഇൻ്റർവെല്ലിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ x1, x2ൽ സാറ്റിസ്ഫൈ ചെയ്യും. സോ ദർ എക്സിസ്റ്റ് എ സി
in open interval x1 x2 such that f dash of c equal to f of x2 minus f of x1 divided by x2 minus x1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് സി 0 ആണ് തന്നിട്ടുണ്ട് ഫോർ എവറി പോയിന്റ് ഇൻ എ ബി. എ ബിയിലെ എല്ലാ പോയിന്റിലും എഫിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. എ ബിക്ക് ഉള്ളിലാണ് x1 x2. അപ്പോൾ അവിടെ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഇത് 0 ആണ്. എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ നമ്മൾ രണ്ട് എ ബിക്കുള്ളിലുള്ള രണ്ട് പോയിൻ്റ് എടുത്തു, x1ഉം x2. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻ്റാണ്, x1 ലെസ് ദാൻ x2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2 ഈക്വൽ ആണെന്ന് കിട്ടി. ഈ രണ്ട് പോയിൻ്റ് ആർബിട്രറി പോയിൻ്റാണ്. ഇനി വേറെ രണ്ട് പോയിൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവ ചെയ്യുമ്പോഴും എഫിൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആണെന്ന് കിട്ടും. അപ്പോൾ ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഫംഗ്ഷന് ഒരേ വാല്യൂ, ഒരു സെയിം വാല്യൂ ആണ് കിട്ടും. ദാറ്റ് മീൻസ് ദി ഫംഗ്ഷൻ എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ദാറ്റ് ഇൻ്റർവൽ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫംഗ്ഷൻസ് വിത്ത് 0 ഡെറിവേറ്റീവ്സ് ആർ കോൺസ്റ്റൻറ്റ് എന്ന് പറയാൻ പറ്റും. Now next we have another one. If f dash of x equal to g dash of x for all x in an interval, open interval ab, then f and g differ by a constant on ab. That is, there exists a constant c such that f of x equal to g of x plus c for all x in open interval ab. ഈ കൊറോളറി പറയുന്നത് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, എഫും ജിയും. എഫിൻ്റെയും ജിൻ്റെയും ഡെറിവേറ്റീവ്സ് ഈക്വലാണ്, അതായത് രണ്ടിനും സെയിം ഡെറിവേറ്റീവ് ആണ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ രണ്ട് ഫങ്ഷന് സെയിം ഡെറിവേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫും ജിയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. വേറെ രീതി പറഞ്ഞാൽ എഫ് ഈക്വൽ ടു ജി പ്ലസ് സി എന്ന് എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാൻ പറ്റും ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. അങ്ങനെ ഒരു സി എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ സെയിം ഡെറിവേറ്റീവ് ഉള്ള ഫങ്ഷൻസിൻ്റെ ഡിഫറൻസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരേ ഡെറിവേറ്റീവ് ഉള്ള രണ്ട് ഫങ്ഷൻസും മൈനസ് ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക. അതായത് എക്സും എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ഒന്നും ഉണ്ടാവില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും അവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് തന്ന കാര്യങ്ങൾ എഫും ജിയും ഫങ്ഷൻസാണ്, സെയിം ഡെറിവേറ്റീവ്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ഫോർ എവറി എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. Now we define a function h of x equal to f of x minus g of x in the interval a b. ഇനി എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും ഫോർ ഓൾ എക്സ് ഇൻ ദി ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ എ ബി. എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് എഫ് ഡാഷ് മൈനസ് ജി ഡാഷ് എന്നുള്ളത് 0 എന്ന് കിട്ടും. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എവറി എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് കിട്ടും. പ്രീവിയസ് തിയറത്തിൽ നിന്ന് നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഒരു ഇൻ്റർവലിൽ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി ബൈ ദി പ്രീവിയസ് തിയർ. നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത തിയർ അനുസരിച്ച്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ് ഈക്വൽ ടു സി. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി ഫോർ എവറി എക്സ് ഇൻ എവിടെയാണ്? ഓപ്പൺ ഇൻ്റർവൽ എ ബി. So that is the proof of this corollary. Thank you.